നമസ്തേ. സർപ്പക്കാവും പരിസ്ഥിതിയും. ആരണ്യ സംസ്കൃതി എന്ന് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ച സംസ്കാരമാണ് ഭാരതീയ പാരമ്പര്യം. പ്രസിദ്ധ ചിന്തകനായ ബെർട്രൻഡ് റസൽ പറഞ്ഞു, നിബിഡമായ വനങ്ങളിൽ ഞാൻ തത്വശാസ്ത്രം ദർശിക്കുന്നു. സ്വാഭാവിക വനങ്ങൾ നശിപ്പിക്കുന്നത് മൂലം നമ്മയെയും ഭൂമിയെയും നാഗാരാധന ഹൈന്ദവ ജീവിതത്തിൽ ചുട്ടുപൊള്ളിക്കാനിരിക്കുന്ന ഗ്രീൻ ഹൗസ് ഇഫക്റ്റിൻ്റെ കൊടിയ ദുരന്തത്തെ അതിജീവിക്കാൻ എങ്ങനെ സാധ്യമാകുമെന്ന ചിന്തയിലാണിന്ന് ശാസ്ത്രജ്ഞർ. ഇതിനൊരു പരിഹാരമായിരുന്നു ഓരോ തറവാട്ടിലും നിലവിലുണ്ടായിരുന്ന സർപ്പക്കാവുകളെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ശുദ്ധമായ ജീവവായുവും ഭൂമിക്ക് ഈർപ്പവും തണലും നൽകി ഗൃഹാന്തരീക്ഷം പരിശുദ്ധമാക്കുന്നതിൽ കൂറ്റൻ വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ഔഷധ സസ്യങ്ങളും കൊണ്ട് നിബിഡമായ സർപ്പക്കാവുകൾ എന്നും മുന്നിലായിരുന്നു. കിണറുകളിലും കുളങ്ങളിലുമൊക്കെ ജലക്ഷാമം പരിഹരിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു. കാവ് തീണ്ടല്ലേ കുളം വറ്റും എന്ന പഴമൊഴിയും ഇന്ന് പ്രസക്തമാണ്. വൃക്ഷങ്ങളും ഔഷധച്ചെടികളും ധാരാളമായി വളർന്നിരുന്ന സർപ്പക്കാവുകൾ ഒരു സമ്പൂർണ്ണ പരിസ്ഥിതി വ്യവസ്ഥ തന്നെയായിരുന്നു. ആധുനിക ശാസ്ത്രപ്രകാരം സർപ്പക്കാവുകൾ പരിസ്ഥിതി സംരക്ഷിത ശക്തിയായി വർത്തിച്ചിരുന്നു എന്ന് ലോക പരിസ്ഥിതി സംഘടനയും ഇന്ന് അംഗീകരിക്കുന്നു. സർപ്പക്കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം കണക്കാക്കിയാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി സർക്കാരുകൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാർബൺ വലിച്ചെടുത്ത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഓക്സിജൻ വൻതോതിൽ പുറത്തുവിടാൻ സർപ്പക്കാവുകൾക്ക് സാധിക്കും. വിവിധ വൻവൃക്ഷങ്ങൾ, സൂക്ഷ്മാണുക്കൾ, ചെറുജീവികൾ, സസ്യലതാദികൾ, കുളങ്ങൾ, സർപ്പവിഗ്രഹം ഇവ ചേർന്ന സർപ്പക്കാവിൽ പല രോഗങ്ങൾക്കും ശാന്തി ലഭിക്കുവാൻ ദിവസവും കുറച്ച് സമയം ചെലവഴിച്ചാൽ മതിയാകും. പരിസ്ഥിതി സംരക്ഷണത്തിന് കാലാവസ്ഥ, ദിനാന്തരീക്ഷ സ്ഥിതി, മണ്ണിൻ്റെ ഗുണം, ജലസമ്പത്ത് എന്നിവയുടെ നന്മയ്ക്ക് സർപ്പക്കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് ലോകപ്രസിദ്ധ ശാസ്ത്രജ്ഞർ പറയുന്നു. UNO പരിസ്ഥിതി വകുപ്പ് സർപ്പക്കാവുകളെ സംരക്ഷിക്കാൻ ധനസഹായം നൽകി വരുന്നു. ഭൂമി സൂര്യനോട് അടുത്തു വരുമ്പോൾ കാണുന്ന ഒരു നിഴൽ ഗുളികൻ ജീവജാലങ്ങളിൽ രോഗം വരുത്തി വയ്ക്കുന്നതാണെന്ന് ആധുനിക ശാസ്ത്രജ്ഞർ സമ്മതിച്ചിട്ടുണ്ട്. വായു ഭക്ഷണമാക്കുന്ന നാഗങ്ങൾ ഈ അണുക്കളെ ഭക്ഷിക്കുന്നതിനാൽ നാഗാരാധനയുടെ ശാസ്ത്രീയത ഊഹിക്കാവുന്നതാണ്.